നമസ്കാരം. എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാചീന കവിത്രയത്തിൽ ഇന്ന് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചാണ് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. തുള്ളലിനെ ഒരു ജനകീയ കലാരൂപമാക്കി മാറ്റാനും സാഹിത്യരൂപമാക്കി മാറ്റാനും നമ്പ്യാർക്ക് തൻ്റെ കവിതകളിലൂടെ സാധിച്ചു. ഫലിതം, പരിഹാസം എന്നിവയിലൂടെ സാമൂഹ്യ വിമർശനം നിർവഹിക്കുകയാണ് നമ്പ്യാർ ചെയ്തത്. പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. അതിലൂടെ നമ്പ്യാർ പറഞ്ഞത് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു ഭാഷ പ്രയോഗിച്ചെങ്കിൽ മാത്രമേ ജനങ്ങളെ അത് ഉൾക്കൊള്ളാനും അവർക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം മലയാള ഭാഷയിൽ തന്നെ അതും ലളിത കോമള പദാവലി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കാവ്യരചന നിർവഹിക്കുകയാണ് ചെയ്തത്. എല്ലാ ജനങ്ങളും അന്ന് രാജഭരണകാലമായിരുന്നതിനാൽ എല്ലാ തരത്തിലുള്ള ജനങ്ങളും കലാരൂപങ്ങൾ ആസ്വദിക്കാൻ നമ്പ്യാരുടെ മുന്നിൽ എത്തിയിരുന്നു. ആരെയും മുഖം നോക്കാതെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്പ്യാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്പ്യാർ കവിത ചാട്ടവാറാക്കിയ കവി എന്ന വിശേഷണത്തിന് അർഹനായി. നമ്പ്യാരുടെ ഭാഷ വളരെ ലാളിത്യമുള്ളതായിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തരം ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഉദാഹരണത്തിന് കല്യാണ സൗഗന്ധികത്തിൽ ഭീമസേനൻ ദ്രൗപദിക്ക് വേണ്ടി പുഷ്പം തേടി പോകുന്ന സമയത്ത് കണ്ട കദളി വനത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം വളരെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. പച്ചക്കദളി കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിലങ്ങനെ കണ്ടാൽ പവീഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കെന്ന് മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ. അപ്പോൾ ആ വാഴകളുടെ ഇടയിൽ വാഴകളിൽ നിൽക്കുന്ന കുലകളെയും വിവിധതരം വർണ്ണങ്ങളാൽ നിൽക്കുന്ന ആ കുലകളെ വർണ്ണിച്ചിരിക്കുന്ന ഭാഗം അതിമനോഹരമാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം പരിചിതമായ വരികളാണ്. ഒരു മാർജാരൻ വനഭുവിരാത്രിയിൽ ഇരയും തേടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. അങ്ങനെ ആ മാർജാരൻ വലയിൽ ചാടിയ രംഗവും, പിന്നെ അതുപോലെ തോറ്റോടിയ പട എന്ന കവിതയിലെ ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു പള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പുക്കിത് പല അപ്പോൾ അവിടെയെല്ലാം കാണുന്നത് മനോഹരമായ വർണ്ണന. പ്രാസം എന്നുള്ള അലങ്കാരം വളരെ ഭംഗിയായിട്ട് നമ്പ്യാർ പ്രയോഗിച്ചിരിക്കുന്നു. ഇത് നമുക്കൊരു ദൃശ്യബിംബമാണ് നമ്മുടെ മുന്നിലേക്ക് നൽകുന്നത്. അപ്പം വളരെ മനോഹരമായി ലളിതമായിട്ട് സാധാരണ ജനങ്ങളിലേക്ക് തൻ്റെ കാവ്യത്തെ എത്തിക്കാൻ നമ്പ്യാർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മാത്രമല്ല കേരളക്കരയെ ആകെ ഒരു നല്ലൊരു മാറ്റം വരുത്തിയെടുക്കാൻ നമ്പ്യാരുടെ കവിതകൾക്ക് കഴിഞ്ഞു. എന്തുകൊണ്ടും മലയാള സാഹിത്യവും ഭാഷയും നിലനിൽക്കുന്ന അത്രയും കാലം മലയാളികളുടെ മനസ്സിൽ എക്കാലവും ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്ന കുഞ്ചൻ നമ്പ്യാർ നമ്മുടെ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. നന്ദി, നമസ്കാരം. ഇതിനോടൊപ്പം തന്നെ ലീനയും നമ്പ്യാരുടെ കൃതികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. താങ്ക് യു. നമസ്കാരം, ഞാൻ ലീന. ഇന്ന് ഞങ്ങളിവിടെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയിലെ കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ആമുഖവും കുറച്ച് ഭാഗവും ഗീത പറഞ്ഞിട്ടുണ്ട്. നമ്പ്യാർ കിള്ളിക്കുറിശി മംഗലത്താണ് ജനിച്ചത്. അവിടെ പുരാതനമായ ഒരു ശിവക്ഷേത്രമുണ്ട്. അതിന് പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന സുപ്രസിദ്ധമായ കലക്കത്ത് തറവാട്ടിലാണ് നമ്പ്യാർ ജനിച്ചത്. നമ്പ്യാർ പല ദേശങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ യാത്രക്കിടയിലാവണം തമിഴ്, തെലുങ്ക്, കർണാടകം തുടങ്ങിയ ഭാഷകൾ നമ്പ്യാർ പരിചയപ്പെട്ടത്. അങ്ങനെ ദേശാടനം ചെയ്യുന്നതിനിടയിൽ നമ്പ്യാർ അമ്പലപ്പുഴയിലുമെത്തി. അമ്പലപ്പുഴയിലെത്തിയ ശേഷം നമ്പ്യാർ കുലത്തൊഴിലായ ചാക്യാർകൂത്തിന് മിഴാവ് കെട്ടുന്ന തൊഴിൽ തന്നെ ഉപജീവനത്തിനായി സ്വീകരിച്ചു. അങ്ങനെ ചാക്യാർകൂത്തിന് മിഴാവ് കൊട്ടുന്നതിനിടയിൽ നമ്പ്യാർ അല്പം ഉറങ്ങിപ്പോയി.
കുപിതനായ ചാക്യാർ നമ്പ്യാരെ വളരെ ആക്ഷേപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച നമ്പ്യാർ നാടകശാല വിട്ടിറങ്ങിപ്പോയി. അന്ന് രാത്രി തന്നെ കല്യാണ സൗഗന്ധികം തുള്ളൽ രചിച്ച് ചാക്യാർകൂത്ത് തുടങ്ങുന്നതിന് മുൻപ് മേളക്കാരോടൊപ്പം ഉടുത്തുകെട്ടി ആടിത്തുടങ്ങി. ചാക്യാർകൂത്തിന് വന്നവരെല്ലാം നമ്പ്യാരുടെ തുള്ളൽ കാണാൻ വന്നു. അങ്ങനെ ചാക്യാരുടെ കൂത്തിന് കാണികളില്ലാതെയായി. ചാക്യാരുടെ അഹമ്മതിക്ക് നമ്പ്യാർ ഇങ്ങനെ പകരം വീട്ടി എന്നുമാണ് പറയപ്പെടുന്നത്. പണ്ഡിത പാമര ഭേദമന്യേ എല്ലാവരെയും രസിപ്പിക്കാൻ പോകുന്ന ജനകീയ സ്വഭാവം തുള്ളലിനുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് കല്യാണ സൗഗന്ധികം എഴുതി എന്ന് പറയുന്നതിൽ ഒരു അവിശ്വസനീയത ഉണ്ടെങ്കിലും എല്ലാവരെയും രസിപ്പിക്കാൻ പോകുന്ന ഒരു നർമ്മരസം തുള്ളൽ കഥകളിലുണ്ട്. ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നിങ്ങനെയാണ് 3 തരം തുള്ളലുകൾ. ആദ്യത്തെ ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാർ പൊട്ടിച്ച ഫലിതങ്ങളിൽ ഒന്നായി എടുത്തു പറയേണ്ടത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി പണിത കമ്പവിളക്ക് കാണാനെത്തിയ മഹാരാജാവ് കൂടെയുണ്ടായിരുന്ന മഹാകവികളോട് ഓരോരുത്തരും കമ്പവിളക്കിനെ വർണ്ണിച്ച് ശ്ലോകങ്ങളുണ്ടാക്കാൻ കൽപ്പിച്ചു. ഏതു വിധേനയും ശ്ലോകമുണ്ടാക്കി രാജസമ്മാനം വാങ്ങാൻ കവികൾ ബന്ധപ്പെടുന്നത് കണ്ട് നമ്പ്യാർ ഇങ്ങനെ ചൊല്ലി: ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. ഇത്യർത്ഥ ഏഷാം ശ്ലോകാനാം അല്ലാതൊന്നും ന വിദ്യതേ. ഇത് കേട്ട് മഹാരാജാവ് പൊട്ടിച്ചിരിച്ചു. കുറിക്കുകൊള്ളത്തക്കവണ്ണുള്ള കവിതാ രീതിയാണ് നമ്പ്യാർ സ്വീകരിച്ചിട്ടുള്ളത്. പഴഞ്ചൊല്ലിലൂടെ അദ്ദേഹം അത് പറയുന്നു. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം എന്ന് കിരാതനോട്ടൻ തുള്ളലിൽ അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലക്കിൽ സുലഭം. ധനമെന്നുള്ളത് മോഹിക്കുമ്പോൾ വിനയമൊരുത്തനുമില്ലിഹ ന്യൂനം. എലിയെപ്പോലെ ഇരിക്കുന്നവനൊരു പുലിയെപ്പോലെ വരുന്നത് കാണാം. ഇതെല്ലാം നമ്പ്യാരുടെ പഴഞ്ചൊല്ലുകൾ ചേർത്ത് നർമ്മരസം കലർത്തി പറയുന്ന രീതികളാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എന്നും പാടി നടക്കുന്ന പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേപ്പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. ഇങ്ങനെ പണ്ഡിതനെയും പാമരനെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഫലിതവും എരിവും മൂർച്ചയുമുള്ള പരിഹാസവുമാണ് നമ്പ്യാർ കവിതകളിൽ എടുത്തു പറയേണ്ട സവിശേഷത. സറ്റയറും വിറ്റുമാണ് നമ്പ്യാർ കവിതകളുടെ മുഖമുദ്ര. നമ്പ്യാരുടെ ജീവിതകാലം 1700-നും 1775-നും ഇടയിലാണ് എന്ന് കരുതുന്നു. അമ്പലപ്പുഴ സ്വഗൃഹത്തിൽ താമസിക്കവേ പേപ്പട്ടി കടിച്ചാണ് നമ്പ്യാർ മരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ പറ്റിയാൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ നന്ദി.